പക്ഷെ കുഴപ്പമെന്നാ, എബ്രഹാം ലിങ്കൺ ഇതൊക്കെ ചെയ്തു, പക്ഷേ ഈ ജെയിംസ് ഇതിങ്ങനെ വായിക്കാതെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം നമുക്കറിയാം, ഈ ഏതാണ്ട് 1600 വർഷങ്ങളോളം എടുത്ത് 40ഓളം എഴുത്തുകാരന്മാർ ഈ ബൈബിള് എഴുതി നമുക്ക് അവൈലബിൾ ആക്കി തന്നു കഴിയുമ്പോൾ, ലൂക്കോസ് ഒഴിച്ച് ബാക്കി എല്ലാവരും യഹൂദന്മാരായിരുന്നു. അതിനകത്ത് തന്നെ ഇത് നമുക്കൊക്കെ പ്രാപ്യമാകുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വളരെ കുറച്ചേ ഉള്ളായിരുന്നു. പോളും ലൂക്കോസും അതുപോലെ മോസസും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ ഫിഷർമെൻ പോലത്തെ ആളുകളായിരുന്നു. ഇപ്പോൾ കർത്താവ് ബൈബിള് വല്ല ഷേക്സ്പിയറിനെ കൊണ്ടോ അരിസ്റ്റോട്ടലിനെ കൊണ്ടോ ഒക്കെ എഴുതിപ്പിച്ചായിരുന്നു, ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമായിരുന്നു? ആർക്കും മനസ്സിലാകത്തു പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വെറും ഫിഷർമെനായുള്ള ആളുകളെ കൊണ്ട്, അതുകൊണ്ടാണ് ദിസ് ഈസ് നോട്ട് ആൻ എഡിറ്റഡ് ബുക്ക്. കാരണം ഇതിനകത്ത് കോൺട്രവേഴ്സികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിപ്പറ്റീഷനും ഒക്കെ ഉണ്ടായത് തന്നെ ഇതൊരു എഡിറ്റഡ് ബുക്ക് അല്ലാത്തത് കൊണ്ടാണ്. കാരണം അവരോട് ദൈവം പറഞ്ഞത് അതുപോലെ അവരങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് പകർത്തുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും അവസാനം ജീവിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നും ഈ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നാം അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തതാണ്, നമ്മുടെ ഭാഗത്താണ് കുഴപ്പം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹം പ്രസിഡൻ്റൊക്കെ ആകുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഈ സിവിൽ വാർ നടക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഒരാൾ ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അവർ ഒരുമിച്ച് ഈ വാറിൽ പങ്കെടുത്തവരാണ്. ഒരേ ബങ്കറിലാണ് അവർ താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ജെയിംസ് തൻ്റെ വില്ലേജിലേക്ക് അങ്ങ് പോയി താമസം തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് എബ്രഹാം ലിങ്കൺ പൊളിറ്റിക്സിലൊക്കെ കയറി അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് മാറിയത്. അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ജെയിംസ് എന്ന് പറയുന്ന ഈ വില്ലേജിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ നാട്ടുകാരോടൊക്കെ പറയുമായിരുന്നു, ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് എബ്രഹാം ലിങ്കൺ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് സിവിൽ വാറിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ പ്രസിഡൻറ്റുമായിട്ട് ഞാൻ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ അവിടെ നാട്ടിൽ ആളുകളോട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഈ ലോക്കൽസൊക്കെ ചോദിക്കും, അമേരിക്കൻ പ്രസിഡൻറ്റ് നിൻ്റെ ഫ്രണ്ടാണെങ്കിൽ നിനക്കൊന്ന് കണ്ടുകൂടെ പോയി? നീ വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ ഇന്ന് ഈ വില്ലേജിൽ ജീവിക്കുന്നു, അപ്പം നീ അദ്ദേഹത്തിനെ ഒന്ന് പോയി കണ്ടാൽ എന്നാ കുഴപ്പമെന്നൊക്കെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഷർ സഹിക്കുവാൻ വയ്യാതെ അദ്ദേഹം അവസാനം ശരി എങ്കിൽ ഞാനൊന്ന് പ്രസിഡൻറ്റിനെ കണ്ടേക്കാമെന്ന് പറഞ്ഞ് തൻ്റെ ഫ്രണ്ടിനെ കണ്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാഷിങ്ടണിൽ വന്ന് വൈറ്റ് ഹൗസിൽ വന്ന് ഈ പ്രസിഡൻറ്റിനെ കാണാനായിട്ട് അനുവാദത്തിന് നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള ആളാണ്. അപ്പം അദ്ദേഹം ഈ കടമ്പകളൊക്കെ കടന്നതിന് ശേഷം അവസാനം ലിങ്കൻ്റെ ഓഫീസിൽ എത്തി അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. ലിങ്കണ് തിരക്കായിരുന്നു. അപ്പം അദ്ദേഹത്തെ മനസ്സിലായി, അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ലിങ്കൺ ഒരു ലെറ്റർ പാഡിൽ ചില കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് മടക്കി ഒരു കവറിനകത്തിട്ട് അടച്ച് ഈ ജെയിംസിൻ്റെ കൈ കൊടുത്തു വിട്ടു. ജെയിംസ് ഇതുകൊണ്ട് നേരെ അങ്ങ് തൻ്റെ വില്ലേജിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ കവറ് അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ ബൈബിൾ വെക്കുന്ന അതേ സ്ഥാനത്ത് ഇങ്ങനെ കൊണ്ട് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആളുകളൊക്കെ വീണ്ടും വന്ന് ചോദിച്ചു, നീ കണ്ടു? അപ്പം പറഞ്ഞു, ഞാൻ കണ്ടു. എബ്രഹാം ലിങ്കൺ അദ്ദേഹം എനിക്കൊരു ഗിഫ്റ്റ് തന്നു, അതാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നീ ഇതൊന്ന് തുറന്ന് നോക്കണ്ടായോ? ഇല്ലില്ല, അത് തുറക്കാൻ പാടില്ല, അത് അമേരിക്കൻ പ്രസിഡന്റ് എനിക്ക് സ്പെഷ്യലായിട്ട് തന്ന ഗിഫ്റ്റാണ്, ഇങ്ങനെ തുറക്കാതെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. വീണ്ടും ഈ ആളുകളുടെ സമ്മർദ്ദത്തിന് കഴിയാൻ വയ്യാതെ അവസാനം എന്താണെന്ന് നോക്കാനായിട്ട് ഇതൊന്ന് തുറന്ന് വായിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട് എടുത്ത് ഈ കവറ് പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വാഷിങ്ടണിൽ ഈ ജെയിംസ് എന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ ജീവിതകാലം മുഴുവൻ താമസിക്കുവാനുള്ള ഒരു വില്ലായും
അതുപോലെ തന്നെ തൻ്റെ ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും എത്രയോ ഡോളർ പെൻഷൻ കിട്ടുന്ന ഒരു കാര്യവും അദ്ദേഹം സോഷ്യൽ സെക്യൂരിറ്റി ഇൻഷുറൻസ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും അദ്ദേഹം ഗവൺമെൻറ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്നുള്ള ലെറ്ററാണ് എബ്രഹാം ലിങ്കൺ ഓർഡർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമെന്നാ, എബ്രഹാം ലിങ്കൺ ഇതൊക്കെ ചെയ്തു, പക്ഷേ ഈ ജെയിംസ് ഇതിങ്ങനെ വായിക്കാതെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ഇവിടുത്തെ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതും, അതുപോലെ ഈ ലോക ജീവിതത്തിലെ ഈ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിച്ച് കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നതെന്നുള്ള ആ സ്വർഗീയ അനുഭവം മുഴുവൻ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നാം ഇത് മനസ്സിലാക്കാതെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ബൈബിള് പിന്നെ ഇത് വായിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പം ഒരിക്കലൊരു ഒരു സ്ട്രീറ്റ് പ്രീച്ചർ, ഒരു പാസ്റ്റർ, ഒരു വളരെ തിരക്കുള്ള സ്ട്രീറ്റിൽ ഇങ്ങനെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രീച്ച് ചെയ്യുന്നത് കേൾക്കാൻ ആരുമില്ല. തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു മജീഷ്യൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് മാജിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മജീഷ്യൻ്റെ മാജിക്ക് കാണാൻ അനേകർ കൂടി നിൽക്കുകയുമാണ്. ഈ പ്രീച്ചർ കഷ്ടപ്പെട്ട്, ഇപ്പം നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ പ്രീച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ പ്രീച്ച് ചെയ്തിട്ട് കേൾക്കാൻ ഒരാളും ഇല്ല. അപ്പോൾ അദ്ദേഹം ഈ പ്രീച്ചിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മജീഷ്യൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നീ ഈ കാണിക്കുന്ന മാജിക്കാണ്, ഇത് ട്രൂത്ത് അല്ല അല്ലേ, സത്യമല്ല, നീ ഇത് ഇപ്പം 50 രൂപ 500 ആക്കാവുന്ന മാജിക്കൊക്കെ അവൻ കാണിക്കുന്നത്, അത് സത്യമാണോ? ഒരിക്കലും സത്യമല്ല. പക്ഷേ അവനത് മാജിക്കായിട്ട് കാണിച്ച ആളുകളെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ പ്രീച്ചർ പറയുന്ന വചനം സത്യമാണ്, ദിസ് ഈസ് ട്രൂത്ത് അല്ലേ. ഈ സത്യമായ വചനം ഇദ്ദേഹം പറഞ്ഞിട്ട് കേൾക്കാൻ ആളില്ല. അപ്പോൾ ആ മജീഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മജീഷ്യൻ പറഞ്ഞ്, ശരിയാണ്, ഞാൻ പറഞ്ഞത് സത്യമല്ലാത്ത ഒരു മാജിക്കായ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പ്രീച്ചർ ഇത് പറയുന്നത് ഈ സത്യമാണെങ്കിലും അത് സത്യമാണെന്ന് പറയുന്ന നിനക്ക് പോലും ബോധ്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്കത് അത്ര അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഈ ലിങ്കണിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ, ഈ എബ്രഹാം ലിങ്കൺ നമുക്കറിയാം, D.L. മൂഡി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ ഏതാണ്ട് 2000-ലധികം സ്റ്റുഡൻസ് പഠിക്കുന്ന സൺഡേ സ്കൂൾ നടത്തിയ വ്യക്തിയാണ്. ഈ D.L. മൂഡിയുടെ സൺഡേ സ്കൂളിൽ എബ്രഹാം ലിങ്കൺ ഒരിക്കൽ വിസിറ്റ് ചെയ്തപ്പോൾ എബ്രഹാം ലിങ്കൺ ഈ സ്റ്റുഡൻസിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ബൈബിള് കുറേ നാളുകളായിട്ട് പഠിക്കുകയാണല്ലോ, ഈ പഠിച്ചതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക്, യേശു നിങ്ങളുടെ ആരാകുന്നു, യേശുവിനെ പറ്റി എന്താണ് നിങ്ങൾ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പലരും പല ആൻസറുകൾ പറഞ്ഞു. പക്ഷെ ഒരു കുട്ടി പറഞ്ഞു, സർ, ഒരു പട്ടാളക്കാരൻ്റെ ബൂട്ടിനടിയിൽ ഒരു റോസാപുഷ്പമിട്ട് ക്രഷ് ചെയ്ത് ഞെരിക്കിയാലും അതിൽ നിന്ന് സുഗന്ധം ആണ് ഉയരുന്നത്. ഇതുപോലെയാണ് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അവൻ തകർക്കപ്പെട്ടപ്പോഴും അവനിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായ സുഗന്ധമാണ് ഉയരുന്നത്. ഹല്ലേലൂയ. ഈ വചനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുവാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഞാൻ ഇൻട്രഡക്ഷൻ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കതുകൊണ്ട് ഈ വചനത്തിലേക്ക് വീണ്ടും ഒന്ന് കടക്കാം. നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ട് സങ്കീർത്തനങ്ങൾ 137 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ട് പോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം ഒരുമിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്.
അവിടുത്തെ വചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അത് ആഴത്തിൽ ഞങ്ങളോട് ഇടപെടണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അത് രൂപാന്തരം സംഭവിച്ച് അങ്ങയുടെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരായി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം, ഈ വചനത്തിലൂടെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സർവ്വതും കാൽവറിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ ഇന്നും ജീവിക്കുന്ന മരണത്തെ ജയിച്ചവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം സ്വർഗീയപിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇത് നാം എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വചനം തന്നെയാണ്. ഇതിൻ്റെ കോണ്ടക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. ഇത് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഇറാഖിലെ ബാബേലിലെ ആ രാജാവ് ഇസ്രായേൽ ആക്രമിച്ച് ഇസ്രായേൽ തകർത്ത് ജെറുസലേം ദേവാലയം ബോംബിട്ട് തകർത്ത് അവിടെ നിന്ന് യഹൂദന്മാരെ മുഴുവൻ അടിമകളാക്കി ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് ഇറാഖിലേക്ക് കൊണ്ടുപോയി. മുഴുവൻ ആളുകളെയും അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോയി. ഇങ്ങനെ ഇറാഖിൽ ബാബേലിലെത്തിയ ഈ അടിമകളായ യഹൂദന്മാർ, ഈ നെബൂഖദ്നേസർ വളരെ ബുദ്ധിയുള്ള രാജാവായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തു? ഈ അടിമകളായി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളിൽ സ്കിൽഡ് ലേബേഴ്സിനെ, നല്ല ടെക്നിക്കലായിട്ട് ഫിറ്റായിട്ടുള്ള ആളുകളെ അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥ തലത്തിൽ അതാത് ആ പൊസിഷനിൽ അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തു. ഡാനിയേൽ, ശദ്രക്ക്, മേശക്ക് അവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നവരാണ്. ദാനിയേലിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ വരെയുള്ള അവകാശമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെ ഓരോ കാര്യത്തിലും ചില ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തികളായിരുന്നു. അപ്പം ഇങ്ങനെ അവരെ ഏറ്റവും നല്ല പൊസിഷനിൽ അവർക്ക് ആവശ്യമായ ജീവിത സാഹചര്യത്തിൽ കൊടുത്ത് അവരെ അവിടെ ആക്കി. അടിമകളാക്കിയാണ് പിടിച്ചുകൊണ്ട് പോയതെങ്കിലും ബാബേൽ രാജാവ് അവർക്ക് വേണ്ടതായ സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്ത് അവർ നല്ല കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഈ പിടിച്ചു കൊണ്ടുവന്ന അടിമകളായിട്ടുള്ള ആൾക്കാർ ബാബേലിലെ നദിയുടെ തീരത്ത് ഇരുന്നതിന് ശേഷം ആ നദിക്കരികിലുള്ള ആ അലരി വൃക്ഷങ്ങളിൽ തങ്ങളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ തൂക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ്, വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബാബേൽ തങ്ങളെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുവന്ന ബാബേൽക്കാർ അതുവഴി പോയപ്പോൾ ഇവരെ കണ്ടു. ഇവരെന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ഇവരെന്താണ് ഇങ്ങനെ ഒരു സന്തോഷമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നത്? അവരുടെ അടുത്ത് ചെന്ന് ഈ ബാബേലിലെ ആളുകൾ ഈ അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഇങ്ങനെ സന്തോഷമില്ലാത്തവരായിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ആ ജെറുസലേമിൽ ഇസ്രായേലിൽ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഏറ്റവും നല്ല അഭിവൃദ്ധിയുള്ള നല്ല ജീവിത സാഹചര്യമല്ലേ ബാബേൽ രാജാവ് നിങ്ങൾക്ക് ഇറാഖിൽ തന്നിരിക്കുന്നത്, അല്ലെ ബാബേലിൽ തന്നിരിക്കുന്നത്? പിന്നെന്താണ് നിങ്ങൾ സന്തോഷമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് ആ സിയോൻ ഗീതത്തെ ഒന്ന് പാടി ഈ അടിമമായി പിടിച്ചുകൊണ്ടുവന്ന ഈ ബാബേൽ രാജ്യത്ത് നിന്ന് പാടി നിങ്ങൾ ഒന്ന് സന്തോഷിക്കുമെന്ന് ഈ അടിമകളാക്കി പിടിച്ചുകൊണ്ടുവന്നവരോട് ഈ രാജ്യത്തെ ബാബേലിലെ ആൾക്കാർ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് നാം ഇപ്പോൾ കേട്ടത്. കാരണം അവർക്കത് സാധ്യമല്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ രാജ്യം നശിച്ചു കിടക്കുന്നു. ജെറുസലേം എന്ന് പറയുന്ന അവരുടെ ദേവാലയം തകർക്കപ്പെട്ടിരിക്കുന്നു, തകർത്ത് തരിപ്പണമായിരിക്കുന്നു. ഇന്നൊരു ദേവാലയം അവിടെ നിലവിൽ ഇല്ല. ഇസ്രായേൽ നമുക്കറിയാം, യഹൂദന്മാർക്ക് ആരാധന കഴിക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുത്ത, ലോകത്ത് അനുവദിച്ചു കൊടുത്ത ഒരേ ഒരു സ്ഥലമെന്ന് പറയുന്നത് ജെറുസലേം ദേവാലയമാണ്. എല്ലാ വർഷവും അവർ ഈ ജെറുസലേം ദേവാലയത്തിലെത്തി ഈ ആരാധന കഴിക്കുമ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത് തന്നെ. അപ്പോൾ അവർ വന്ന് ചോദിക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത, ഈ അടിമകളാക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത പറയുന്നത്, ഞങ്ങൾക്ക് അതിന് സാധ്യമാകുകയില്ല. അങ്ങനെ സിയോൻ ഗീതം പാടി ഈ അന്യദേശത്ത് അടിമകളാക്കി ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന ഈ ദേശത്ത് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകില്ല. കാരണം ഞങ്ങളുടെ അമ്മയായ ജെറുസലേം, ഞങ്ങളുടെ പോറ്റി വളർത്തിയ ഇസ്രായേൽ ഇന്ന് നശിച്ച് തകർക്കപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അതിനെ ഓർത്ത് വിലപിക്കാൻ മാത്രമേ
മാത്രമേ ഞങ്ങൾക്കിന്ന് കഴിയുകയുള്ളൂ. അപ്പോൾ അടിമ വീട്ടിൽ വന്ന്, ഈ അടിമ രാജ്യത്ത് വന്ന് അവർ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ മറന്നു പോകുവാൻ, ജെറുസലേമിനെ മറന്നു പോകുവാൻ, ജെറുസലേം ഞങ്ങളുടെ മുഖ്യ സന്തോഷം അല്ലാതായുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞങ്ങളുടെ വലങ്കൈ പോകട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാവണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. എത്ര ദയനീയമായിട്ടാണ് അവർ പറയുന്നത്. അവരത്രയധികം ഇസ്രായേലും ഈ ജെറുസലേമും ചെയ്യും. നമുക്കറിയാം, ഈ ആരാധന എന്ന് പറയുമ്പോൾ ജെറുസലേം ദേവാലയം ഇന്നും അവിടെ ആ ജെറുസലേം ദേവാലയം ഇല്ല. പിന്നീട് അത് പുനർനിർമ്മിച്ചു, വീണ്ടും തകർക്കപ്പെട്ടു. ഇന്നൊരു ബെയിലിംഗ് വാള്, ഒരു വിലാപം അതിൽ മാത്രമേ ഉള്ളൂ. അനേകായിരം യഹൂദന്മാർ എല്ലാ ദിവസവും തല തല്ലി ഈ ബെയിലിംഗ് വോളയിൽ, ഈ വിലാപം അതിൽ തൊട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ലോകത്തെ ഒരു സന്തോഷത്തിനുമല്ല അവർ പ്രാർത്ഥിക്കുന്നത്. അവർക്കൊരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഞങ്ങൾക്ക് ആരാധന കഴിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഈ പുനർനിർമ്മാണം, ഇത് ഞങ്ങൾക്ക് പുനർനിർമ്മിച്ച് കിട്ടണം. അതാണ് അവരുടെ ആഗ്രഹം. അതിനവർ ഇന്ന് ചില ആൾക്കാർ പറയുന്നത്, അവർ 24 മണിക്കൂർ കൊണ്ട് ഈ ജെറുസലേം ദേവാലയം റീകൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും എല്ലാ ടെക്നോളജിയും അവരിന്ന് ആക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ രാജ്യത്ത് ഒരു പള്ളി തകർക്കപ്പെട്ടപ്പോൾ ഈ പള്ളി അന്നത്തെ ഒരു ഫ്രണ്ട് ലൈൻ പറയുന്ന ഒരു മാഗസിനകത്ത് വന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ പള്ളി തകർക്കപ്പെട്ടപ്പോഴും ഒരു രാജ്യത്തൊരു പള്ളി തകർക്കപ്പെട്ടാൽ അതെങ്ങനെയാണ് ആ രാജ്യത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നെന്നുള്ളത് ഇസ്രായേൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നും ഒരു വാർത്തയുണ്ട്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭയമുണ്ട്. കാരണം അടുത്ത ഞായറാഴ്ച എന്നെ കണ്ടില്ലേ ഒന്ന് അന്വേഷിച്ചോണം, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും മൊസാദുകാർ എന്നെ തട്ടിക്കൊണ്ട് പോയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുപോലെ അവർക്ക് ഈ ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ അത്രയധികം അവരതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം ഇവർക്ക് ആരാധന കഴിക്കുവാൻ ഈ ഒരു ദേവാലയം മാത്രമാണ് ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ദേവാലയം അവിടെ പണിതതിൻ്റെ പുറകിലും ഒരു ചരിത്രമുണ്ട്. ഈ ദേവാലയം എന്ന് പറയുന്നത് 2 സഹോദരന്മാരുടെ ആയിരുന്നു. ഈ ജെറുസലേം ദേവാലയം പണിതാൻ ദൈവം കാണിച്ചു കൊടുത്ത ഈ സ്ഥലം 2 സഹോദരന്മാരുടെ ഒരു ലാൻഡായിരുന്നു ഈ സ്ഥലം. ഈ ലാൻഡ് അവിടെ അന്ന് പാഡി ഫീൽഡായിരുന്നു, വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ എല്ലാ വർഷവും ഈ ഗോതമ്പ് ഇങ്ങനെ ഇവർ അവിടെ ഇത് ചെയ്ത് അവരതിനകത്തെ ഫലം എടുത്ത് അനുഭവിക്കുമായിരുന്നു. വളരെ സ്നേഹമുള്ള 2 സഹോദരന്മാർ, സ്നേഹത്തിൻ്റെ അപ്പസ്തോലന്മാരെന്ന് വേണേൽ പറയാം അവരെ. അപ്പം ദൈവം അങ്ങ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അതാണ്. ഈ ഒരാണ്ടിൽ ഇവരുടെ ഈദെല്ലാം കഴിഞ്ഞ് അവർ ഈ ചേട്ടനും അനിയനും 2 പേരും അവരുടെ ബാഗ് മുഴുവൻ നിറച്ച് തങ്ങളുടെ ഈ സ്റ്റോക്ക് യാർഡിക്കൊണ്ട് ഈ വീറ്റ് കംപ്ലീറ്റ് ബാഗിനകത്ത് ആക്കി അവർ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു രാത്രി കിടന്നപ്പോൾ ഒരു സഹോദരൻ ചേട്ടൻ ഓർത്തു, ഇന്ന് അനിയൻ്റെ പാഡി ഫീൽഡിൽ ഇന്ന് ഇച്ചിരി വിളവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഒരു 50 ബാഗ് അവൻ്റെ സ്ഥലത്തേക്ക് കൊണ്ട് രാത്രിയിൽ ആരും കാണാതെ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 50 ബാഗ് അവിടെ കൊണ്ട് വെച്ചു. ഇതേ സമയം ഈ അനിയനും രാത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, ഇന്ന് ചേട്ടന് വളരെയധികം ഈൽഡ് കുറവുള്ള ഒരാണ്ടാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഈൽഡിൽ നിന്ന് ഒരു 50 ബാഗ് ഈ ചേട്ടൻ്റെ ആ സ്റ്റോക്ക് യാർഡിലേക്ക് കൊണ്ട് വെക്കാനായിട്ട്. രാവിലെ നോക്കിയപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെടുത്തു പോയ, പക്ഷെങ്കിൽ ഈ 2 പേരുടെയും ഈൽഡ് ഒരേപോലെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 2 സഹോദരന്മാർ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ആ വലിയ മാതൃകയുടെ ഒരു സ്ഥലമാണ് ജെറുസലേം ദേവാലയമായിട്ട് ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്തത്. എല്ലാ ലോകത്ത് എവിടെയുള്ള യഹൂദന്മാരും ഈ ഇസ്രായേലിലേക്ക് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ പണി കഴിയുമ്പോൾ ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്ന് ആരാധന കഴിക്കുവാൻ അവർ ഇന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ള നമ്മുടെ മട്ടാഞ്ചേരി പോലെയുള്ള സ്ഥലത്ത് അവരുടെ സിനഗോഗുകളാണുള്ളത്. അവർക്ക് ആരാധന കഴിക്കുവാൻ ഒരേ ഒരു സ്ഥലമാണ് ദൈവം അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. ആരാധന കഴിക്കുവാൻ കൊടുത്തിരിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ആരാധന എന്ന് പറയുമ്പോൾ ഈ ദേവാലയത്തിൽ
ഊനമില്ലാത്ത കുഞ്ഞാടിനെയും അതുപോലെ പക്ഷികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് അവരതിനെ അറുത്ത് അതിൻ്റെ രക്തം ചീന്തി അത് അവർ അനുഭവിച്ച് കഴിയുമ്പോഴാണ് അവരുടെ ആരാധന പൂർണ്ണമാകുന്നത്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച് ദൈവം അവിടുന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ആ ലാസ്റ്റ് ഡേയിൽ സംഹാരദൂതൻ രാത്രിയിൽ വരുമ്പോൾ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു, നിങ്ങൾ ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ എടുക്കുക, അതിനെ അറുക്കുക, അതിൻ്റെ രക്തം കട്ടളപ്പടിയിൽ പുരട്ടുക, അതിനുശേഷം പാകം ചെയ്ത് ആ യാഗവസ്തുവിനെ നിങ്ങൾ അനുഭവിക്കുക. ഇന്ന് അവരത് ചെയ്തു കഴിഞ്ഞപ്പോൾ സംഹാരദൂതൻ രാത്രിയിൽ വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഈ രക്തം കാണുന്നത് സംഹാരദൂതൻ ഒഴിവാക്കി വിടും. ഇന്ന് അവർ യഹൂദന്മാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണത്. കാരണം 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യേശു യാഗമായതോടുകൂടി, പരമയാഗമായതോടുകൂടി, ഒരേ ഒരു യാഗമായി മാറിയതോടുകൂടി ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് അവർ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അവരത് തിരിച്ചറിയുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. കുത്തിയവെങ്കിലേക്ക് അവർ നോക്കാൻ പോകുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവർ എന്ന് ഈ കുത്തിയവെങ്കിലേക്ക്, ഈ യേശുവിലേക്ക് നോക്കുമ്പോൾ അവർ തിരിച്ചറിയും, ഞങ്ങളന്ന് ക്രൂശിലേറ്റിയ ഈ യേശു തന്നെ ആയിരുന്നു മശിഹ. ഇനിയൊരു മശിഹായെ തേടി നാം നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ ബോധ്യമാകാൻ പോവുകയാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനയും പൂർണ്ണമാകുന്നത്. എന്നേക്കുമായി പരമയാഗമായി 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമായി മാറിയ ഊനമില്ലാത്ത ആ യേശു കർത്താവിൻ്റെ രക്തശരീരങ്ങളെ നാം അനുഭവിച്ച് കഴിയുമ്പോൾ, പിശാച് നമ്മുടെ അടുത്ത് വരുമ്പോൾ, യേശു കർത്താവിനെ അനുഭവിച്ചവരായ നമ്മെ കാണുമ്പോൾ പിശാച് വിറയ്ക്കും. നമ്മളെ കാണുമ്പോൾ പിശാച് വിറയ്ക്കാത്തതിൻ്റെ കാര്യം നാം പൂർണ്ണമായി ആരാധനയിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നാം ഇവിടെ വളരെ നല്ല മനോഹരമായ ഗാനങ്ങളൊക്കെ പാടും. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഈ പാട്ടുകളെല്ലാം പാടുമ്പോൾ അത് ആരാധനയായി എന്നാണ്. ആരാധന അതൊരു ഹൈ റെസ്പെക്റ്റ് കർത്താവിന് കൊടുക്കുന്നു, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ആരാധന പൂർണ്ണമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാധനയിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ നാം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാധന പൂർണ്ണമാകുന്നത്. അപ്പോൾ യഹൂദന്മാർ ഇത് ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ വിശ്വാസികളായ ദൈവം വിളിച്ച ഈ നമ്മൾ ഓരോരുത്തരും ആ കാര്യം ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ആ യാഗം കർത്താവ് കാൽവറിയിൽ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി ഒന്നിനു വേണ്ടി നാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഞാനത് കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നാം എന്താണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഈ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. കാരണം അന്ന് യഹൂദന്മാർക്ക് അന്ന് അടിമദേശത്ത് അവരായിരിക്കുമ്പോൾ അടിമദേശത്ത് ആ അന്യദേശത്ത് യഹോവയുടെ ഗീതം പാടി സന്തോഷിക്കുവാൻ അവർക്ക് സാധ്യമല്ല. അവർ ജെറുസലേമിനെ ഓർക്കുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും അവിടെ ഈ അന്യദേശത്ത് പോയി കർത്താവിൻ്റെ അല്ലെങ്കിൽ സന്തോഷിക്കുവാൻ അവർക്ക് സാധ്യമല്ല. ഇന്ന് നാമും ഇവിടെ ഒരു അന്യദേശത്താണ് നിൽക്കുന്നത്. നാം ഓരോരുത്തരും അറിയണം, ഈ ലോകം നമുക്ക് അന്യദേശമാണ്. ഈ ലോകത്ത് നാം താൽക്കാലികമായിട്ട് മാത്രമാണ് നമുക്ക് ദൈവം അവസരം തന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ എന്നേക്കുമുള്ള ഒരു ദേശം ഇതല്ല. ഇത് നമ്മുടെ ഒരു അന്യദേശമാണ്. ഈ അന്യദേശത്ത് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ അന്യദേശത്ത് കർത്താവിനെ ആരാധിച്ച് ദൈവജനം നരകത്തിലേക്ക്
പോയി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അവരെ ഓർത്ത് ദുഃഖിക്കുന്നതല്ലാതെ നാം ഈ അന്യദേശത്ത് ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽപ്പെട്ട് ആ ലോകത്തിൻ്റെ എല്ലാ സന്തോഷത്തിലും സൗഭാഗ്യത്തിലും നാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെയുണ്ട്. കർത്താവ് തീർച്ചയായിട്ടും അതിനെല്ലാം നമുക്ക് പ്രതിവിധിയും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, കർത്താവ് 2024 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട്ട് വരുമ്പോൾ അവൻ അത്ഭുതം ചെയ്യുവാൻ വേണ്ടിയാണ് വരുന്നത്, അവൻ അത്ഭുത മന്ത്രിയാണ്, അത്ഭുതം ചെയ്യുവാൻ വേണ്ടിയാണ് വരുന്നത്. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം ചെയ്തു, അതൊരു സത്യമാണ്. പക്ഷേ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്. കർത്താവ് ഇവിടെ വന്നപ്പോൾ ആവശ്യമായിരിക്കുന്ന കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അത്ഭുതം വേണ്ടെടുത്തവൻ അത്ഭുതം സംഭവിപ്പിച്ചു, അത് സത്യമാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം ഈ ലോകത്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു ചുരുക്കത്തിൽ ഈ ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരു സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ഒരു ബൈബിൾ അല്ല. എന്നാൽ പ്രോവർട്ടിയുടെ സുവിശേഷമാണോ? അല്ല. ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷവും അല്ലിത്. ഞാൻ പറയും, ഇത് സംതൃപ്തിയുടെ സുവിശേഷമാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സംതൃപ്തരാണെന്നുണ്ടെങ്കിൽ, ഏത് കാര്യത്തിലും നമ്മൾ സംതൃപ്തരാണെങ്കിൽ പിശാച് നമ്മുടെ അടുത്തോട്ട് അടുക്കത്തില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൂ. ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ഹാവ്. നമുക്ക് എന്തുള്ളോ അതിൽ സന്തോഷിക്കുവാൻ, അതിൽ സംതൃപ്തരാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ കമ്പയർ ചെയ്യുന്ന മറ്റുള്ളവരെ പറ്റി നോക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ കർത്താവ് ലോകത്തിലേക്ക് വന്ന് നമ്മുടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിലാണ്. നിങ്ങൾ ഓരോ അത്ഭുതങ്ങളും എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. 5 അപ്പം കൊണ്ട് 5000 പേരെ അവൻ പോഷിപ്പിച്ചെന്ന് പറയുമ്പോഴും വിശപ്പെന്ന കമ്പാഷൻ കണ്ടാണ് കർത്താവ് അത് ചെയ്തത്. കണ്ണിന് കാഴ്ച കൊടുത്തതൊക്കെ അവൻ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിലാണ് ചെയ്തത്. ഞാനൊരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു എന്ന് ഡിക്ലെയർ ചെയ്തിട്ടല്ല കർത്താവ് അത്ഭുതം ചെയ്യുവാനായിട്ട്. അതിൻ്റെ ആ ആവശ്യം വന്നപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖ്യ സന്തോഷം എന്ന് പറയുന്നത് യേശു ആയിരിക്കണം. യേശു മാത്രമായിരിക്കണം നമ്മുടെ മുഖ്യ സന്തോഷം. ആ അടിമകളായ യഹൂദന്മാർക്ക് അവർ ജെറുസലേം എന്ന അവരുടെ യാഗം കഴിക്കുന്ന ആ ജെറുസലേം ദേവാലയമാണ് അവരുടെ മുഖ്യ സന്തോഷമെങ്കിൽ ആ പരമയാഗമായ യേശു ആയിരിക്കണം നമ്മുടെ മുഖ്യ സന്തോഷം. ഹല്ലേലൂയ. ഈ മുഖ്യ സന്തോഷമായ യേശുവിനെ നാം മറന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ആദ്യത്തെ വരവ് പാപികളെ തേടിയായിരുന്നുവെങ്കിൽ അവൻ്റെ രണ്ടാമത്തെ വരവ് ഒരിക്കലും പാപികളെ തേടിയല്ല, മറിച്ച് വിശുദ്ധന്മാരെ തേടി മാത്രമാണ് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വീണ്ടും ബൈബിള് ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. എത്ര പെർഫെക്റ്റായിട്ടും കറക്റ്റായിട്ടുമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ അതേസമയം ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടാണ് പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽക്കണം. കർത്താവിൻ്റെ തിരുശരീരങ്ങളെ അനുഭവിച്ചിരിക്കുന്ന നാം പിശാചിനോട് എതിർത്ത് നിന്നില്ലെങ്കിൽ, പിശാചിന് നാം നമ്മുടെ ജീവിതത്തിലൊരു ഇടം കൊടുക്കുവാനായിട്ട് ഇടവന്നെങ്കിൽ അവൻ അതുവഴി കയറും. നമ്മൾ ഇടം കൊടുത്തെങ്കിൽ മാത്രമേ പിശാച് നമ്മളിലേക്ക് കയറുവാനായിട്ട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. യാക്കോബ് 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. പ്രിയമുള്ളവരെ, യു അഡൾട്രേഴ്സ് എന്നാണ് പറയുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട്
വിവാഹ നിശ്ചയം വെച്ചിരിക്കുന്ന മണവാട്ടി സഭയാണ് നാം ഓരോരുത്തരും. ഈ മണവാട്ടി ആയ നാം ഓരോരുത്തരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ ആത്മമണാളൻ നമ്മെ വിവാഹം കഴിക്കുവാൻ കൊണ്ടുപോകാനായിട്ട് തിരികെ വരുമ്പോൾ ഈ ലോകമെന്ന ചാരനുമായിട്ട് നാം വേറെ സന്ധി ചെയ്താലുള്ള അവസ്ഥ ഇതാണ് അവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ ലോകത്തോട് അനുരൂപരായി മാറുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്നതാണ് ഈ വിളി. ഞാൻ നിങ്ങളെ ആരെയും വിളിക്കുന്നതല്ല, അത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്രയധികം വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം പറയുന്നു, ഒന്നുകൂടെ വായിക്കാം. രണ്ടാമത്തെ ഭാഗം, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. ഒരു രീതിയിലല്ലേ മറ്റൊരു ബ്രദറോട് പറഞ്ഞതുപോലെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കർത്താവിനെ നോക്കുവാനായിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. എല്ലാം ലോകത്തിലൂടെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലൂടെയാണ് ഇന്ന് പിശാച് നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ അനേകം കാര്യങ്ങൾ കാണിച്ച് ലോകത്തിൻ്റെ സന്തോഷത്തിലേർപ്പെട്ട് ലോകത്തിൻ്റെ സ്നേഹിതന്മാരായിട്ട് നാം മാറുമ്പോൾ നാം മറന്നു പോകരുത്, നാം ദൈവത്തിൻ്റെ ശത്രുവായിട്ട് തീരുകയാണ് അവിടെ. അപ്പോൾ ലോകത്തിൻ്റെ ആ സന്തോഷത്തിൽ ലോകത്തോട് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവൻ മുഴുവൻ ഈ കർത്താവിനോട്, ഈ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് മാറുന്ന ഭയാനകമായ അവസ്ഥയിലേക്കാണ് നാം എത്തുന്നത്. യേശു നമ്മുടെ ശത്രുവായിട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ലോകത്തിലെ ഈ നമ്മുടെ എല്ലാ സന്തോഷങ്ങളും, നമ്മുടെ സന്തോഷങ്ങൾ മുഴുവൻ ഇന്ന് ലോകം അനേക സന്തോഷങ്ങൾ തന്ന് നമ്മെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്തോഷത്തിനോട് നോ പറയുവാൻ, ഈ സന്തോഷത്തിനോട് എതിർത്ത് നിൽക്കുവാൻ എനിക്കെൻ്റെ ദൈവം മതി. ഈ സന്തോഷത്തിന് ശേഷം എനിക്ക് ലഭിക്കുന്ന ആ വലിയ സന്തോഷത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഇപ്പോൾ ഞാൻ ചെറിയ വിട്ടുവീഴ്ച ചെയ്യുകയും ഇപ്പോൾ ചെറിയ കഷ്ടതകൾ സഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ, എന്നേക്കുമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും എത്താൻ പോകുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് നമ്മെ വിളിക്കുകയാണ്, കം ബാക്ക്, നിങ്ങൾ മടങ്ങി വരിക. നമ്മൾ അനേകം നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല, ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. പക്ഷേ വി ഷുഡ് ബി ജെനുവിൻ. നമുക്ക് ജെനുവിനാകാൻ കഴിയും. ഒരു പാപം ചെയ്തെങ്കിൽ അത് പാപമാണെന്ന് ഏറ്റുപറയുന്നതാണ് ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അല്ലെ മറച്ചു വെക്കുകയും അതിനെ ജസ്റ്റിഫൈ ചെയ്യുവാനും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ജെനുവിൻ അല്ലാത്തത് കൊണ്ടാണ്. ഒരിക്കലും 100% പെർഫെക്റ്റായിട്ട് ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ജെനുവിനായിട്ട് ജീവിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഈ ബൈബിൾ അനുസരിച്ചപ്പോൾ ആർക്ക് ജീവിക്കാൻ പറ്റും? ഞാനൊരു കാര്യം പറയാം, ഈ ബൈബിൾ ഇതനുസരിച്ച് ജീവിക്കുവാൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഇത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്, ബൈബിൾ അനുസരിച്ച് ജീവിക്കുവാൻ ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സാധ്യമാണ്. കാരണം ഈ ബൈബിളിൽ അനേകർ നമുക്ക് മുൻപ്, ആ എബ്രായർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഗാലറിയിലിരുന്ന് നമുക്ക് മുമ്പ് പോയ വിശുദ്ധന്മാർ, അബ്രഹാം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ മുഴുവൻ ഗാലറിയിൽ നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ജയിച്ചു വരുന്നവർക്ക് ഇന്നും കർത്താവ് കെരൂബുകളുടെ കാവലേർപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന ആ ജീവവൃക്ഷം തരുവാൻ വേണ്ടി എന്നേക്കുമായിട്ടുള്ള ഏദനിൽ ആദമനും ഔവയ്ക്കും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഇന്നും അവൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതനുഭവിക്കുവാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഏതവസ്ഥയിലാണ് നാം കഴിക്കുന്നത്, ആ അവസ്ഥയിൽ തന്നെ എന്നും നാം തുടരും. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന് അവകാശിയായി സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് നാം കഴിക്കുമ്പോൾ എന്നും ആ വിശുദ്ധനായിട്ട് കർത്താവിനോട് ഒത്ത് ജീവിക്കുവാനുള്ള അവസരമാണ് ദൈവം തരുന്നത്. യേശുവില്ലാതെ നമുക്ക് അവിടോട്ട് പ്രവേശനമില്ല. ഇപ്പോൾ ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിലോട്ട് രാഷ്ട്രപതിയെ ഒന്ന് കാണാനായിട്ട് ഡൽഹിക്ക് പോയപ്പോൾ, എന്നാൽ ഒന്ന് ഡൽഹിക്ക് വരെ വന്നതല്ലേ, രാഷ്ട്രപതിയെ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റുമോ നമുക്ക്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പം നമ്മളെ വെടിവെച്ച് അവർ താഴെ ഇട്ട് കളയും, അനധികൃതമായി അവിടെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതേസമയം നമ്മൾ ആ രാഷ്ട്രപതി ഭവൻ്റെ ഗേറ്റിൽ ചെല്ലുമ്പോൾ സാക്ഷാൽ രാഷ്ട്രപതി, ഇപ്പോഴത്തെ അവരുടെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല, മുർമു ഈ മുർമു ഇറങ്ങി വന്ന് നമ്മെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വെടിവെക്കുമോ? അവരെല്ലാം നമുക്ക് സല്യൂട്ട് തരും, അല്ലേ? കാരണം
പ്രസിഡൻറ്റിൻ്റെ അത്ര വേണ്ടപ്പെട്ട ആളുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ നമ്മളെ കയറ്റിക്കൊണ്ടുപോകും. ഇതുപോലെയാണ് സ്വർഗത്തിലേക്ക്. യേശു ഇല്ലാതെ സ്വർഗത്തിലേക്ക് ചെന്നാലത്തെ അവസ്ഥ എന്താണെന്നറിയോ? കെരൂബ് നിങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്ത് കളയും. അതേസമയം യേശുവിനെ ധരിച്ച് യേശുവുമൊത്ത് നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ വാതിലുകൾ കെരൂബുകൾ തുറന്നിടും. വരൂ ജീവവൃക്ഷത്തിൻ്റെ ഈ ഫലം കഴിക്കുവാൻ. അപ്പോൾ ഇത്രയധികം മനോഹരമായ ഈ അവസ്ഥയിൽ നമ്മൾ ഡ്രീം കാണുമ്പോഴാണ് ഇത് വായിക്കുവാനും ഇത് പഠിക്കുവാനും ഈ ലോകത്തെ താൽക്കാലിക സുഖങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കുവാനും കർത്താവ് തരുന്ന നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നാം ഓരോരുത്തർക്കും പ്രാപ്തരായി ജീവിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സന്തോഷമായല്ലോ. കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ്. കാരണം ഇത് ലാസ്റ്റ് ചാൻസാണ്. ഇനിയൊരവസരം നമുക്ക് മുമ്പിലില്ല. അവൻ്റെ വരവ് കഴിഞ്ഞേച്ച് ചില പണ്ട് ഒരാൾ പറയും, ഈ പന്നിക്ക് വെടി കൊള്ളുമ്പോൾ മേളോട്ട് നോക്കുമെന്ന് പറയുന്ന പോലെ വെടി കൊണ്ടതിന് ശേഷം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാതെ ഇവിടെ കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നാം ഇനിയും എൻ്റെ കർത്താവെ ഇത് അറിയത്തില്ലായിരുന്നു എങ്കിൽ എന്നെ കൂടെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവിന് വല്ല സാധ്യത ഉണ്ടെങ്കിൽ നടക്കും. പക്ഷേ ബൈബിള് പറയുന്നത് ആ കർത്താവിൻ്റെ വരവിൽ ആ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ നാമും എടുക്കപ്പെട്ടെങ്കിൽ, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. ഇപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ മേലായിരുന്നെന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് മുഴുവൻ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കൊലപാതകം ചെയ്യുന്നത് കുറ്റമാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കൊന്നെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതി നിങ്ങളെ വെറുതെ വിടുവോ? വെറുതെ വിടത്തില്ല. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അല്ലേ അത് പഠിപ്പിക്കുക എന്നുള്ളതും ആ അറിയാവുന്നവരുടെ അടുത്തത് പഠിക്കുക എന്നുള്ളതും വചനം കേൾക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു സ്റ്റോറി, കർത്താവ് നമ്മെ ഇതുതന്നെയാണ് ഈ ലോകത്തിൻ്റെ സന്തോഷത്തിലേക്ക് പോയ ആ മുടിനായ പുത്രൻ്റെ സ്റ്റോറിയിൽ നാം കേൾക്കുന്നത് ഇതുതന്നെയാണ്. ലോകത്തിൻ്റെ സന്തോഷത്തിലേക്ക് താൽക്കാലികമായി പോയി കഴിയുമ്പോൾ കർത്താവ് അവനെ തിരികെ വരുമ്പോൾ എത്ര സന്തോഷമാണ്. ആ സ്വർഗം ആഹ്ലാദിക്കുകയാണ്. ഒരാൾ ലോകത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് ഞാൻ ഇനി ദൈവത്തോട് ചേർന്ന് നിൽക്കും എന്നുള്ള തീരുമാനമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്റ്റോറിയോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അമേരിക്കയിൽ ഒരു വില്ലേജിലെ ഒരു പയ്യനുണ്ടായിരുന്നു. ഇവന് +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവന് വെരി ബാഡ് കമ്പനി. അവൻ്റെ സുഹൃത്തുക്കളെല്ലാം വളരെ ഡ്രഗ്സിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം അടിമയായി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവനോട് പറഞ്ഞു, ഇതൊക്കെ വില്ലേജാണ്, നമുക്കങ്ങ് ടൗണിലേക്ക് പോകണം, ന്യൂയോർക്കിലേക്ക് പോകണം, അതാണ് ഇതിൻ്റെ ടൗൺ. അവിടെ ചെന്നാലാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമ്മുടെ ലോകത്തിലെ നമുക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഇവനെന്തെടുത്തു? ഇവൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് ഇവൻ ഒരു ദിവസം അവിടെ വീട് വിട്ടങ്ങ് ഇറങ്ങി. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ നേരെ ന്യൂയോർക്കിലേക്ക് എത്തി. ന്യൂയോർക്കിലേക്ക് വന്ന് അന്നൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവാണ്, ഉള്ളി പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ സമയമാണ്. അപ്പം മൊബൈലിലോ അങ്ങനെ വേറെ ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു കാലഘട്ടം. ഇവൻ ന്യൂയോർക്കിൽ ഇവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ വലിയ ടൗണാണ്. അപ്പോൾ അവിടെ ചെന്നിവൻ അനേകം സുഹൃത്തുക്കളെ കിട്ടി. ഇവരുമായിട്ടെല്ലാം ലോകത്തിൻ്റെ സർവ്വവിധ സന്തോഷങ്ങളിലും അവനങ്ങനെ മുഴുകി. കാരണം ഇവൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് അല്ലെ ഡോളർ ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ ഫ്രണ്ട്സും ഇവൻ്റെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ അവൻ വലിയ ഹോട്ടലുകളിൽ താമസിക്കുകയും വലിയ 5 സ്റ്റാർ ഫുഡൊക്കെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാ സുഖങ്ങളും ഞാൻ അതിൻ്റെ എണ്ണി പറയുന്നില്ല. നമുക്കറിയാം ലോകത്തിലെ ഇന്നൊക്കത്തെ ലോകം തരുന്ന സുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഓഫർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന്, അതെല്ലാം അവനിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കയ്യിലെ ഡോളറെല്ലാം തീർന്നു. ഇവനാകെ പ്രശ്നമായി. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് വിട്ടുപോകാൻ, കുറച്ച് കടമൊക്കെ വാങ്ങിച്ചൊക്കെ നിന്ന് തുടങ്ങി. പക്ഷേ എല്ലാവരും വിട്ടുപോകാൻ തുടങ്ങി. കാരണം ഇവൻ്റെ കയ്യിൽ ക്യാഷ് തീരാറായി. ഇനി ഇവൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവനെ സർവ്വ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള എല്ലാ
കാര്യങ്ങൾക്കും എല്ലാ സാത്താനിക് കാര്യങ്ങളിലും അവനെ അടിമയാക്കിയതിന് ശേഷം അവരെല്ലാം വിട്ടുപോയി. അപ്പോൾ ഇവന് അവസാനം ഇവൻ്റെ ക്യാഷെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഇവനെ ഹോട്ടലിൽ നിന്ന് ഇവനെ ഇറക്കി വിട്ടു. ഇവന് പോകുവാൻ ഒരു നിവൃത്തിയില്ല. ഇവനവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് അതിന് കൊടുക്കുവാൻ ക്യാഷില്ല. അപ്പോൾ അവൻ റെസ്റ്റോറൻറ്റുകാർ പറഞ്ഞു, ശരി നീ ഇവിടെ ക്ലീനിങ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് ഫ്രീ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലീനിങ് ജോലി ചെയ്യുകയും അവിടുന്ന് കിട്ടുന്ന ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് അവനെ കിടത്തിയത് കൊടും തണുപ്പത്ത് പുറത്തൊരു സ്ഥലത്താണ് അവന് കിടക്കാനുള്ള അവസരം കിട്ടിയത്. ഇങ്ങനെ വളരെ നരകതുല്യമായ ഈ അവസ്ഥയിലേക്ക് താൽക്കാലികമായ ലോകത്തിലെ സുഖത്തിൽ നിന്ന് അവൻ മാറി ചെറിയ നരകതുല്യമായ അവസ്ഥയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ അവൻ ഓർത്തു, എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഇനി മടങ്ങിപ്പോയാലോ. പക്ഷേ പിതാവിനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്ങനെ അറിയിക്കും പിതാവിനെ? അവൻ എനിവേ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു. എനിവേ എന്തായാലും പിതാവ് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകാം. അവൻ പിറ്റേ ദിവസം രാവിലെ ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്തു. അവനിങ്ങനെ എഴുതി, ഞാൻ ഇന്ന ദിവസം നമ്മുടെ വില്ലേജിൽ കൂടെ വരുന്ന ആ ഒരു ബസ്സിൽ ഞാൻ അവിടെ വരും. എനിക്കറിയത്തില്ല അപ്പൻ എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൻ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്കറിയണമെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ആ വലിയ മരത്തിൽ ഒരു വൈറ്റ് ഫ്ലാഗ് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ആ ഫ്ലാഗ് അവിടെ കണ്ടില്ല എങ്കിൽ ആ ബസ്സിൽ തന്നെ ഞാൻ മടങ്ങിപ്പോരും എന്നും പറഞ്ഞു. അപ്പോൾ ആ ദിവസമായി ഈ കത്തപ്പന് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അവൻ അറിയില്ല. പക്ഷെ അവന് വിശ്വാസത്താൽ വീണ്ടും അവന് അവിടെ നിന്ന് ഈ ദിവസം വന്നു. ഈ ദിവസം ഇവൻ അങ്ങോട്ട് യാത്രയായി. ഈ വില്ലേജിലേക്കുള്ള ബസ്സിൽ കയറി ആ പറഞ്ഞ ബസ്സിലേക്ക് കയറി പോകുമ്പോൾ ഈ വില്ലേജിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നപ്പോൾ ആ വില്ലേജ് വലിയ ആഘോഷം നടക്കുകയാണ്. വലിയ ഇല്ലുമിനേഷനും വലിയ ലൈറ്റിങ്ങും വലിയ തോരണവും ഒക്കെ കെട്ടി വലിയ ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അവൻ ഈ ബസ്സിനകത്തിരുന്ന് ഒരാളിനോട് ചോദിച്ചു, എന്താണിവിടെ? അപ്പോൾ എന്തോ പള്ളിയുടെ ഫെസ്റ്റിവലാണെന്നൊക്കെ ഇവനോട് ആരാണ്ട് മറുപടി പറഞ്ഞു. അവൻ വീണ്ടും അങ്ങോട്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് അവൻ്റെ ആ സ്റ്റോപ്പായപ്പോൾ അവൻ ആ മരത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വൈറ്റ് ഫ്ലാഗല്ല, ആ മരം നിറച്ച് വൈറ്റ് ഫ്ലാഗ് കെട്ടിവെച്ചിരിക്കുകയാണ്. അവന് സന്തോഷമായി. അവൻ അവിടെ നിന്ന് ആ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി. അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പിതാവും അവൻ്റെ റിലേറ്റീവ്സും എല്ലാം കൂടെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. അപ്പോൾ അവൻ്റെ പിതാവിൻ്റെ സഹോദരൻ റിലേറ്റീവിനോട് ഇവൻ ചോദിച്ചു, ഞാൻ ഒരു ഫ്ലാഗല്ലേ കെട്ടാൻ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഇത്രയും ഫ്ലാഗ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ്റെ അപ്പൻ പറഞ്ഞവനോട്, ഈ ഒരു ഫ്ലാഗ് കെട്ടിയാൽ നീ അത് കണ്ടില്ലെങ്കിലോ നീ അത് മിസ്സായിപ്പോയാലോ എന്നോർത്ത് ഞാൻ ഈ മരം മുഴുവൻ വൈറ്റാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ നാട്ടിൽ വലിയ ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഇവിടെ എന്താണ് ഈ ഗ്രാമത്തിൽ നടക്കുന്നത്? അപ്പോൾ അവൻ്റെ റിലേറ്റീവ് പറഞ്ഞു, നിൻ്റെ അപ്പൻ ഇന്ന് ആഘോഷിക്കുകയാണ്, നിൻ്റെ അപ്പൻ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ഈ ഗ്രാമം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നിൻ്റെ വരവിനെ ഓർത്ത്. അപ്പോൾ അതുപോലെ നിൻ്റെ വരവിനെ ആഘോഷിക്കുവാൻ വേണ്ടിയാണ് ഈ കാണുന്ന ഇല്ലുമിനേഷനും ഈ കാണുന്ന എല്ലാം എന്ന് അവനോട് പറഞ്ഞു. അവൻ ഒരുപാട് കരഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന് നാം ഓരോരുത്തരും ലോകത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ആ സന്തോഷത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ച് 1 മിനിറ്റ് എൻ്റെ കർത്താവിനെ സ്വീകരിച്ച് എൻ്റെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഞാൻ നിൽക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി ആ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തരും തീരുമാനമെടുത്ത് മടങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗം ഒരു വലിയ ആഘോഷത്തിലായിരിക്കും. സ്വർഗം വലിയ ആഘോഷത്തിലായിരിക്കും. കാരണം നമുക്ക് വേണ്ടി ദൈവം കൊടുത്ത യേശു കാൽവറിയിൽ കൊടുത്ത വില അത്രയധികമാണ്. അതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ ഉള്ള വിലയാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ, നമ്മെ വീണ്ടെടുത്ത് ഇവിടെ ആക്കുവാനായിട്ട് കർത്താവ് കൊടുത്തത്. എൻ്റെ വിലയ്ക്ക് നമുക്ക് മൂല്യം എത്രയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുപോലത്തെ വില കൊടുത്തു. അവൻ്റെ സ്വന്തം രക്തം ചീന്തി അവൻ്റെ സ്വന്തം ജീവൻ ത്യജിച്ചാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. ഏത് കൂട്ടുകാരൻ്റെ വാടും നമ്മൾ എന്ത്
സഹായിച്ചാലും എന്ത് ചെയ്താലും മരണത്തിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ വേറൊരാളെ സഹായിക്കാൻ എൻ്റെ ജീവൻ കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ സ്വന്തം ബ്ലഡ് റിലേറ്റീവ് ആണെങ്കിൽ പോലും ഞാൻ ചെയ്യത്തില്ല. കാരണം അതിനപ്പുറത്തേക്ക് അത്രയൊന്നും മനസ്സ് നമുക്കില്ല. അപ്പോൾ കർത്താവ് ആലോചിച്ച് നോക്കി, എന്നെയും നിങ്ങളെയും ഈ കർത്താവ് എത്രയധികം സ്നേഹിച്ചിട്ടാണ് അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ്റെ രക്തം ആ കാൽവറിയിൽ ചൊരിഞ്ഞ് തകർക്കപ്പെട്ട് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ യേശുവിന് വേണ്ടി അവൻ നമ്മെ വിളിക്കുമ്പോൾ ആ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഒഴിഞ്ഞു വെച്ചില്ലെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും അവർ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ അവർ നീഡ്സ് നോട്ട് ഗ്രീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം അവൻ അനുവദിച്ചു തരും. അത് തരാത്തതായി ആരുമില്ല. അതുകൊണ്ട് പക്ഷേ നമ്മൾ പലതും ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ അത്യാഗ്രഹങ്ങളായിരിക്കും, അല്ലെ നമ്മൾ കമ്പയർ ചെയ്ത് മറ്റുള്ളവരുടെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരമ്മച്ചി ഒരു വീട്ടിൽ താമസിക്കുന്നതാണ്. ഈ അമ്മച്ചിയുടെ നെയ്ബർ അമ്മച്ചി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ഈ നെയ്ബർ വളരെ സൗഭാഗ്യത്തിലും വലിയ കാറിലും വലിയ വീട്ടിലും ഒക്കെ താമസിക്കുന്നു, വലിയ കാറിൽ പോകുന്നു. അമ്മച്ചിക്ക് ഇതങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അമ്മച്ചി ഒരു ദിവസം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അമ്മച്ചിയുടെ പ്രാർത്ഥന ഇതേ ഉള്ളൂ, എന്നെയും അതുപോലെ ഒന്നാക്കണം. ഈ നെയ്ബറുടെ വീട്ടിലെ തൻ്റെ ഫ്രണ്ടായ ഈ അമ്മച്ചി പോലെ നല്ല സുഖസൗകര്യത്തോടു കൂടി ആക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അമ്മച്ചിയോട് പറഞ്ഞു, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി തിരിച്ചൊരു ചോദ്യം, കർത്താവേ, അതല്ലേ നിനക്ക് സാധ്യമാകാത്തത്? അവരെ എന്നെപ്പോലെ പാവപ്പെട്ടവരാക്കിയ കുഴപ്പമില്ലല്ലോ, അത് നിനക്ക് എളുപ്പമുള്ള കാര്യമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് നാം മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് എത്തി നോക്കി അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ എന്നെയും ആക്കണം എന്നുള്ളത്. കർത്താവ് ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തർക്കും പ്രത്യേകതയുണ്ട്. ദൈവം ഓരോരുത്തർക്കും ഓരോ കോളിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന ആ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതാണ്. ചിലർക്ക് ചില സൗകര്യങ്ങൾ, അത് കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതിനൊക്കെ എൻ്റെ പുറകിൽ കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഈ ഭൂമിയിലെ സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ കർത്താവ് ശരിക്കും പറഞ്ഞാൽ അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സൂക്ഷിപ്പുകാരാണ്. നാം അത് നല്ല രീതിയിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ നിന്ന് എടുത്ത് വേറെ സൂക്ഷിക്കാൻ അറിയാവുന്നവരുടെ കർത്താവ് കൊടുക്കും. അതാണ് ചിലർ പെട്ടെന്ന് അങ്ങ് താഴോട്ട് പോകുന്നതും ചിലർ പെട്ടെന്ന് കൂടുന്നതും. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ദൈവം നല്ല വണ്ണം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിനെ മാത്രം ലക്ഷ്യം വെച്ച് ഫോക്കസ് ദൈവം മാത്രം ആയിരിക്കണം. മറ്റേ ലോകത്തിലേക്ക് ഒന്നിലേക്കും നമ്മുടെ ഫോക്കസ് മാറുവാനായിട്ട് സാധ്യമായത്. ഇപ്പോൾ നമ്മളൊരു മാരത്തോൺ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക എന്നിരിക്കട്ടെ. ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൈഡിൽ ഒരാൾ കൊണ്ടൊരു സ്വർണ്ണ കോയിൻ ഇട്ടു. ഇവൻ ഈ കോയിൻ എടുക്കാൻ പോകുമോ ഓടാൻ പോകുമോ? നാം ഇന്ന് ലോകം നമ്മെ കോയിൻ കാണിച്ച് ഇങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ്, പല സന്തോഷം കാണിച്ച് പ്രലോഭിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഓട്ടം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി ഓടുമ്പോൾ ലോകത്തോട് നോ, ഇല്ല, നീ തരുന്ന സന്തോഷമല്ല എനിക്ക് വേണ്ടത്, ദൈവം തരുന്ന നിത്യസന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.